നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ വധം, രക്തസാക്ഷിത്വം ക്രിസ്ത്യാനികളിൽ വലിയ ഭീതി ഉളവാക്കി. ക്രിസ്ത്യാനികൾ ജെറൂസലമിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗലീലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. കാരണം തങ്ങൾ അധികം താമസിയാതെ പിടിക്കപ്പെടും എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ധീരതയോടുകൂടി അപ്പസ്തോലന്മാർ ഏത് പ്രതിസന്ധികളെയും ചങ്കൂറ്റത്തോടെ നേരിട്ടുകൊണ്ട് പീഡനങ്ങളെയോ മരണത്തെയോ ഭയക്കാതെ സുവിശേഷം പ്രസംഗിച്ചു. അവരിൽ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിയായത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യാക്കോബ്. അപ്പസ്തോലന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിന് കാരണമുണ്ട്. അവരുടെ അമ്മ, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെ അമ്മ ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ, ഒരാൾ നിൻ്റെ വലതുഭാഗത്തിരിക്കട്ടെ, ഒരാൾ നിൻ്റെ ഇടതുഭാഗത്തിരിക്കട്ടെ. ഉടനെ ഈശോ അതിനെന്താ മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, എൻ്റെ വലതുഭാഗത്തിരിക്കാം, ഇടതുഭാഗത്തിരിക്കാം, പക്ഷെ അത് നിശ്ചയിക്കേണ്ട ഞാൻ അല്ല. ഞാൻ കുടിക്കുന്ന കാസ കുടിക്കാൻ പറ്റുമോ? ഉടനെ വിശുദ്ധ യാക്കോബ് ചാടി പറഞ്ഞു, ഞാൻ കുടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ രക്തസാക്ഷിത്വത്തിൽ ആദ്യം രക്തസാക്ഷിയായി ആകുവാനുള്ള ഭാഗ്യം ഈശോ വിശുദ്ധ യാക്കോബിന് നൽകി. അപ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാൻ ആദ്യം ഉണ്ടോ ആ ഓഫർ കൊടുത്തു. അത് അംഗീകരിച്ച് സ്വീകരിക്കുന്നതിൽ ഇങ്ങനെയാണ് ആ രക്തസാക്ഷിയാകുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയാണ് സഭയിൽ വിശുദ്ധ യാക്കോബ്. അപ്പസ്തോലന്മാരിൽ പ്രമുഖനായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ യേശുവിനോടൊപ്പം ചേർന്ന് ആ ഹൃദയത്തോടൊപ്പം സഞ്ചരിച്ച ആ വ്യക്തിക്ക് ജെറൂസലമിൽ ആദ്യത്തെ രക്തസാക്ഷിയാകുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. യൂദയായിലെ ബെത്സൈദയിൽ നിന്നുള്ള സെബദിയുടെയും സലോമിയുടെയും പുത്രനും അപ്പസ്തോലനായ യോഹന്നാന്റെ സഹോദരനുമായ യാക്കോബ് അഥവാ ജെയിംസ്, വലിയ യാക്കോബ് എന്നും അറിയപ്പെടുന്നു. ഈശോയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിൽ നിന്ന് വേർതിരിച്ചറിയുവാനാണ് വിശുദ്ധനെ ഇപ്രകാരം വിശേഷിപ്പിക്കാറുള്ളത്. ഈശോയുടെ ആദ്യ 4 ശിഷ്യന്മാരിൽ ഒരാളായ അദ്ദേഹം അപ്പസ്തോലന്മാരിൽ ആദ്യ രക്തസാക്ഷി കൂടിയാണ്. സ്പെയിൻ, പോർച്ചുഗൽ നിവാസികളുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയായ വിശുദ്ധ യാക്കോബ് സാന്റിയാഗോ എന്നും അറിയപ്പെടുന്നു. പിതാവേ, സുവിശേഷത്തിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ പ്രാധാന്യം എന്തായിരുന്നു? സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് എല്ലാ സുവിശേഷകന്മാരും വിശുദ്ധ യാക്കോബിനെ വിശദീകരിക്കുന്നുണ്ട്.
യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മക്കളാണ് വിശുദ്ധ യാക്കോബും യോഹന്നാനുമെന്ന് ബൈബിൾ പണ്ഡിതകൾ വിലയിരുത്തുന്നുണ്ട്, പഠനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബും യോഹന്നാനും സഹോദരങ്ങളായിരുന്നു. അവർ സെബദി പുത്രന്മാരായിരുന്നു എന്നും സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഗലീലയിൽ നിന്നുള്ളവരാണ്. അവർ തൊഴിലെന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മീൻപിടുത്തം. അങ്ങനെ യേശു തൻ്റെ ശിഷ്യരാക്കിയതിൽ ആദ്യത്തെ 4 പേരിൽ ഒരാളാണ് വിശുദ്ധ യാക്കോബ്. പിന്നീട് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ തൻ്റെ 3 കൊല്ലത്തെ വളരെ ഹ്രസ്വമായ ജീവിതത്തിൽ യാക്കോബിന് ഏറ്റവും വിശുദ്ധ പത്രോസ് അപ്പസ്തോലനോടൊപ്പം വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, താബോർ മലയിലാണെങ്കിലും ഗസമൻ തോട്ടത്തിലാണെങ്കിലും ജായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന അവസരത്തിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും യേശുവിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം, ഹൃദയത്തോട് ചേർന്ന് നിന്ന 3 പേരിൽ ഒരാളായിരുന്നു വിശുദ്ധ യാക്കോബ്. അപ്പോൾ യാക്കോബിന് 12 അപ്പസ്തോലന്മാരിൽ ഒരു പ്രമുഖ സ്ഥാനമാണ് ഒരു ശിഷ്യൻ എന്ന നിലയിൽ, അപ്പസ്തോലൻ എന്ന നിലയിൽ ഉണ്ടായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും യേശുവിനോട് ചേർന്ന് സഞ്ചരിച്ചു. അവർ തൊഴിൽ മീൻപിടുത്തമായിരുന്നു. എന്നാൽ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നുള്ള യേശുവിടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു വിശുദ്ധ യാക്കോബിൻ്റെ ജീവിതം. എല്ലാ പ്രതിസന്ധികളിലും ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ യാക്കോബിന് സാധിച്ചു. അവിടെ സമറിയക്കാരുടെ ഒരു പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ അവർ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. ഉടൻ തന്നെ ഒരു ചോദ്യം ഈ സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, നമ്മളെ അവർ സ്വീകരിച്ചില്ലല്ലോ, നമുക്ക് തീയും ഗന്ധകം ഇറക്കി അങ്ങ് നശിപ്പിച്ചാലോ? തീഷ്ണതയോടുകൂടി നിൽക്കുകയാണ് അവർ. എതിരാളികളെ തകർക്കുവാനുള്ള മനസാന്നിധ്യ കരുത്ത് അവർ ഉണ്ടായിരുന്നുവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഈശോയുടെ ജീവിതത്തിൽ പത്രോസ് ലീഹായോടൊപ്പം തന്നെ ഒരു സ്ഥാനം വിശുദ്ധ യാക്കോബിനും ലഭിക്കുകയാണ്. യേശുവിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണ്. യേശുവിൻ്റെ മരണശേഷവും പിന്നീട് ഉദ്ധാനത്തിന് ശേഷവും അപ്പസ്തോലന്മാർ യാക്കോബിന് പ്രത്യേകമായൊരു സ്ഥാനം നൽകിയിരുന്നു എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാൾ കൂടിയായിരുന്നു വിശുദ്ധ യാക്കോബ്. സെബദിയുടെ പുത്രന്മാരിൽ മൂത്തയാളാണ് യാക്കോബ് എന്ന് കരുതപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ അമ്മമാരിൽ ഒരുവളെ നാം സുവിശേഷത്തിൽ കാണുന്നത് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ സലോമിയെ ആണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ് നാം സെബദി പുത്രന്മാരുടെ മാതാവിനെ കണ്ടുമുട്ടുന്നത്. പുതിയ നിയമത്തിൽ രക്തസാക്ഷിത്വം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അപ്പസ്തോലനും വിശുദ്ധ യാക്കോബാണ്. പിതാവേ, വിശുദ്ധ യാക്കോബ് എവിടേക്കാണ് മിഷൻ പ്രവർത്തനം നടത്തിയത് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? യേശുവിൻ്റെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാർ ചിതറിക്കപ്പെട്ടു, വിവിധ സ്ഥലങ്ങളിലായി. എന്നാൽ അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ അനുഭവം വിവിധ ആളുകളിലൂടെ പങ്കുവെച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നു. അവരെ ഒരുമിച്ച് സെഹിയോൻ ശാലയിൽ ജെറൂസലമിൽ സമ്മേളിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരുടെ മേൽ ധാരാളമായി വർഷിക്കപ്പെട്ടു. തുടർന്ന് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പുറപ്പെട്ടു. യാക്കോബ് ശ്ലീഹ ഗലീലയിൽ സുവിശേഷം പ്രസംഗിച്ചു, ജെറൂസലമിലും സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സുവിശേഷ പ്രഘോഷണ മേഖലകൾ ഈ ഗലീലയും ജെറൂസലേം യൂദാ പ്രദേശങ്ങളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഗലീലയിലും യൂദയായിലും മാത്രമേ ഉള്ളൂ, അതോ മറ്റെവിടെയെങ്കിലും സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുണ്ടോ? വിശുദ്ധ യാക്കോബ് സ്പെയിനിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ മൃതദേഹം സൂക്ഷിക്കുന്നത് കത്തീഡ്രലിൽ സ്പെയിനിലാണുള്ളത്. കാമ്പോസ്റ്റെല്ല എന്ന കത്തീഡ്രലിൽ സ്പെയിനിലാണുള്ളത്. അതുകൊണ്ട് അവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രേഖകളൊന്നുമില്ല. എങ്കിലും എല്ലാവരും വിചാരിക്കുന്നത് അവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യം, ഒരു വിശ്വാസം
ഈ സ്പെയിനിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് വിശുദ്ധ യാക്കോബിനോടുണ്ട്. അതുകൊണ്ട് സ്പെയിനിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യാക്കോബ് എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നുണ്ട്. അവിടെ കാംബോ സ്റ്റെല്ല, കാംബോ എന്ന് പറഞ്ഞാൽ ക്യാമ്പ്, പാടം എന്നുള്ള അർത്ഥമുള്ളൂ, സ്ഥലം, ഒരു ക്യാമ്പ് സ്ഥലം. സ്റ്റെല്ല എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥലം, അതായത് വിശുദ്ധ യാക്കോബിൻ്റെ മരണശേഷം എല്ലാം അങ്ങനെയാണ് കണക്കാക്കുന്നത് ആളുകൾ പറയുന്നത്. ഒരു ബാലന് നക്ഷത്രങ്ങൾ നീങ്ങുന്ന ഒരു ദർശനമുണ്ടായി, നക്ഷത്രങ്ങൾ ഇങ്ങനെ നീങ്ങുന്ന ദർശനം. അങ്ങനെ നക്ഷത്രങ്ങളുടെ പിന്നാലെ ചെന്നപ്പോൾ അവിടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ടു. അത് വിശുദ്ധ യാക്കോബിൻ്റെ മൃതശരീരമായിരുന്നുവെന്ന് അവർ കണക്കാക്കുകയാണ്. അപ്പോൾ അവർ അതിനെ ആ നക്ഷത്രങ്ങളുടെ കണ്ട സ്ഥലം, അപ്പോൾ കാമ്പോസ്തല്ല, അങ്ങനെ കാമ്പോസ്തല്ല സാന്തിയാഗോ യാക്കോബ്. അപ്പം അതുകൊണ്ട് അവിടെ അവർ ഒരു വലിയ കത്തീഡ്രൽ പണിതു, അവിടെ ആ മൃതദേഹം അവിടെ സൂക്ഷിക്കുന്നു എന്ന് കണക്കാക്കുകയാണ്, എന്ന് കരുതുകയാണ്. യൂറോപ്പിൽ നിന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ 8-ാം നൂറ്റാണ്ടിൽ മുഹമ്മദീയരുടെ ആക്രമണം തുർക്കിയിൽ നിന്നുള്ള ഒരു മുഹമ്മദീയരുടെ ആക്രമണം സ്പെയിനിനെ കീഴടക്കുവാൻ വേണ്ടി വന്നു. എന്നാൽ സ്പെയിനിൽ നിന്ന് പിന്നീട് മുഹമ്മദീയരെ തുരത്തിയത് വിശുദ്ധ യാക്കോബിൻ്റെ മാധ്യസ്ഥത്താലാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. വിശുദ്ധ യാക്കോബിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു, അതുകൊണ്ട് മുഹമ്മദീയർ അവിടെ നിന്ന് പിൻവാങ്ങപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് ആഴമായൊരു വിശ്വാസമാണ് അവർക്കുള്ളത് ഈ കാര്യത്തിൽ. അവർക്ക് ഈ യൂറോപ്പിൽ നിന്ന് എല്ലാ പ്രദേശത്തു നിന്നും എല്ലാ വർഷവും ഈ കാമ്പോസ്തല്ലയിലേക്ക്, ഈ കത്തീഡ്രലിലേക്ക് ആളുകൾ തീർത്ഥയാത്രയായിട്ട് വരും. കാൽനടയായിട്ട് തീർത്ഥയാത്ര നടത്തണമെന്നാണ്. അത് അവിടെ ഇംഗ്ലണ്ടിൽ നിന്നും റോമിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ തീർത്ഥയാത്രയായിട്ട് ഈ വിശുദ്ധൻ്റെ കബറിടത്തെങ്കിലേക്ക്, ഈ കാമ്പോസ്തല്ലയിലേക്ക് ആളുകൾ വരും. 1000 കിലോമീറ്ററിനധികം ഉണ്ട് ഈ തീർത്ഥയാത്ര. ഒരു പ്രത്യേകമായ വഴിയുണ്ട് അതിന്, തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അതിലൂടെ ആളുകൾ യാത്ര ചെയ്യും. ഒരുപക്ഷെ ഒരു വർഷം ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നടന്നു തീരുകയില്ല. അങ്ങനെയുള്ളവർക്ക് അത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത കൊല്ലം എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് യാത്ര ചെയ്ത് നടന്നു പോകുന്നുണ്ട്. എങ്ങനെയായാലും ആളുകൾ പദയാത്രയായിട്ട്, തീർത്ഥയാത്രയായിട്ട് ഇവിടെ പോകുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ യാക്കോബ് സ്പെയിനിലും സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ യൂറോപ്പിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന ശക്തമായിട്ടുള്ള സാക്ഷ്യമുണ്ട്. പക്ഷെ അതിന് ചരിത്രപരമായിട്ടുള്ള പിന്തുണയൊന്നും കാര്യമായിട്ടില്ല. എങ്കിൽ പോലും പൊതുവെ കരുതുകയാണ് സുവിശേഷം പ്രസംഗിച്ചു എന്ന്. അത് വിശ്വസിക്കുന്നു. ഇത്രയധികം തീർത്ഥാടകർ അവിടേക്ക് കടന്നു വരുന്നു. കത്തോലിക്ക പാരമ്പര്യങ്ങളനുസരിച്ച് സെബദിയുടെ പുത്രനായ വിശുദ്ധ യാക്കോബ് ഇബേരിയൻ ഉപദ്വീപിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു. സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അക്കാലത്ത് ആ പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത്. ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ യാക്കോബ് ഇബേരിയയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ഒരു തൂണിന് മുകളിലായി പരിശുദ്ധ കന്യകാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷയായി എന്ന് വിശ്വസിക്കുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട തൂണ് സംരക്ഷിക്കപ്പെടുകയും പിൽക്കാലത്ത് ആ നാമധേയത്തിൽ തന്നെ മാതാവിൻ്റെ ഒരു ബസലിക്ക പണികഴിപ്പിക്കപ്പെടുകയും ചെയ്തു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് വിശുദ്ധ യാക്കോബ് യൂദയായിലേക്ക് മടങ്ങുകയുണ്ടായി. പോർച്ചുഗലിലും സ്പെയിനിലും ക്രൈസ്തവ വിശ്വാസത്തിന് വിത്തുപാകിയ അപ്പസ്തോലൻ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായി സെബദിപുത്രനായ വിശുദ്ധ യാക്കോബ് വണങ്ങപ്പെടുന്നു. പിതാവേ, വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? വിശുദ്ധ യാക്കോബ് സ്ലീഹ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ മരണം ആളുകളിൽ, വിശ്വാസികളിൽ വലിയ ഭീതി കൊണ്ടുവന്നു. അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല. വളരെ ക്രൂരമായിട്ടല്ലേ വധിക്കപ്പെട്ടത് വിശുദ്ധ എസ്തപ്പാനോസ്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ആളുകൾ പലായനം ചെയ്തു. എന്നാൽ അപ്പസ്തോലന്മാർ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ അപ്പസ്തോലന്മാർ ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വിശുദ്ധ എസ്തപ്പാനോസിനോട് അവർ പ്രവർത്തിച്ചതുപോലെ തന്നെ യഹൂദർ അപ്പസ്തോലന്മാർക്കെതിരെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അപ്പോൾ അതിൽ അപ്പസ്തോലന്മാർക്ക് എതിരെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹൂദർ വളരെ ശക്തമായൊരു സമൂഹമായിരുന്നു ജെറൂസലേമിൽ ഉണ്ടായിരുന്നത്.
അപ്പോൾ ശക്തമായൊരു സമൂഹത്തിൽ നിന്ന് ഒരാവശ്യം വരിക. ക്രിസ്ത്യാനികൾ വിരലിലെണ്ണാവുന്നവരല്ലേ ഉള്ളൂ, വളരെ കുറഞ്ഞ ആളുകൾ, കീടങ്ങൾ, നിസ്സാരര്, ഒരു സ്വാധീനമില്ലാത്തവർ. യഹൂദർ നല്ല കച്ചവടം ചെയ്തിട്ട് അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ വലിയ ദേവാലയം, വലിയ സ്വാധീനം സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ രാജാക്കന്മാർ, അധികാരികൾ, രാജാവ് ആരെയാണ് സന്തോഷിപ്പിക്കുക? ക്രിസ്ത്യാനികളെയാണോ സന്തോഷിപ്പിക്കുക, യഹൂദരെയാണോ? അപ്പോൾ യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. അതിൽ അവരുടെ ഈ യഹൂദരുടെ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പ്രധാന പുരോഹിതൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം അപ്പസ്തോലന്മാരെ വധിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മഹാനായ ഹെറോദോസ് രാജാവിൻ്റെ മകൻ ഹെറോദ് അഗ്രിപ്പ രണ്ടാമൻ ഈ യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി AD 44 വർഷം അതാണ്, AD 44 വിശുദ്ധ യാക്കോബിനെ വാളിനിരയാക്കി. അങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. അദ്ദേഹത്തെ ജെറൂസലമിൽ തന്നെ ഖബറടക്കുകയാണ് ചെയ്തത് തുടർന്ന്. അങ്ങനെ ആദ്യത്തെ ഈ ഹെറോദ് രാജാവിൻ്റെ യഹൂദരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ ഉദ്യമത്തിൽ ആദ്യം വാളിനിരയായത് വിശുദ്ധ യാക്കോബാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവിടെ സംസ്കരിച്ചു. എന്നാൽ പിന്നീട് അവിടെ നിന്ന് അത് ഗലീലയിലെ ഒരു ദേവാലയത്തിലേക്ക് അവർ മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് സ്പെയിനിലേക്ക് കൊണ്ടുവന്നു. സ്പെയിനിലാണ് മരിച്ചതെന്ന് അവർ കരുതുന്നു. എങ്കിലും സ്പെയിനിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് കണക്കാക്കുന്നത്. ഈ മൃതദേഹം സംസ്കരിച്ചു, അപ്പസ്തോലന്മാരുടെ മൃതദേഹം സംസ്കരിച്ചു എന്നറിയപ്പെടുന്നത് പ്രധാനമായും 3 പേരുടെ മൃതദേഹം സംസ്കരിച്ച കബറിടങ്ങളുണ്ട്. ഒന്ന് പത്രോസ് ലീഹായുടെ കബറിടം, അതെവിടെയാണ്? റോമിൽ പത്രോസ് ലീഹായുടെ കബറിടം. രണ്ടാമത് യാക്കോബ് ലീഹായുടെ കബറിടം. മൂന്നാമത് ആരുടെ ആയിരിക്കാം ഒരു കബറിടം ഉള്ളത്? തോമാസ് ലീഹായുടെ കബറിടം. അതെവിടെയാണ്? മൈലാപ്പൂരിൽ, തമിഴ്നാട്ടിൽ, മദ്രാസിൽ, ചെന്നൈയിൽ, അവിടെയാണ് കബറിടം. അപ്പോൾ യാക്കോബ് സ്ലീഹായുടെ കബറിടം ഇവിടെ കാമ്പോസ്റ്റെല്ലായിൽ കത്തീഡ്രലിൽ ആണ് ആളുകൾ വണങ്ങുന്നു. അദ്ദേഹം വലിയ മിഷണറിയായി. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ ഹെറോദേസ് വാളിനിരയാക്കി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. AD 44 അത് സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ വധം യഹൂദരെ സന്തോഷിപ്പിച്ചെന്ന് കണ്ട ഹെറോദേസ് തുടർന്ന് പത്രോസിനെയും തടവിലാക്കുന്നതായി നാം കാണുന്നു. വിശുദ്ധ യാക്കോബ് രക്തസാക്ഷിത്വം വരിച്ച സ്ഥാനത്ത് ഇന്ന് അർമേനിയൻ അപ്പസ്തോലിക് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ യാക്കോബിൻ്റെ നാമധേയത്തിലുള്ള പ്രധാന കത്തീഡ്രൽ സ്പെയിനിലെ ഗലീഷ്യ പ്രൊവിൻസിലുള്ള സാന്റിയാഗോ ഡി കമ്പോസ്റ്റെല്ലയിലെ സെൻറ്റ് ജെയിംസ് കത്തീഡ്രലാണ്. വിശുദ്ധ യാക്കോബ് നമുക്ക് നൽകുന്ന സാക്ഷ്യം അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ സുവിശേഷം പ്രസംഗിച്ചു. യേശുവിന് ധീര രക്തസാക്ഷിയായി തീർന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു, ഭൗതികമായ സൗകര്യങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം സ്വർഗത്തിലാണെന്ന് വിശുദ്ധ യാക്കോബിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് ധീരതയോടുകൂടി എല്ലാ എതിർപ്പുകളെയും ത്രിവൽഗണിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ധീരതയോടുകൂടി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പസ്തോലന് സാധിച്ചു. അദ്ദേഹത്തിന് ഇടതും വലതും ഇരിക്കുവാൻ ഭാഗ്യം കിട്ടി. അത് ഭൗതികമായ ഇടതും വലതുമല്ല, പിന്നെയോ സ്വർഗത്തിൽ നിത്യതയിൽ പിതാവായ ദൈവത്തോടൊപ്പം ചേരാൻ, യേശുവിനോടൊപ്പം ചേരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത്രയധികം മാറ്റമാണ് ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന വ്യക്തികൾക്കുണ്ടാകുക. അപ്പോൾ ധീര രക്തസാക്ഷികൾ അവരുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അത് നിത്യതയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ വിശുദ്ധ യാക്കോബിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം വളരെ കരുത്തുറ്റൊരു വ്യക്തി, എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ജീവൻ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ച മഹാഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ രക്തത്തുള്ളികളിലാണ് സഭ പടുത്തുയർത്തപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ കാരുണ്യവും കൃപയും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി വിവിധ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്
വിശുദ്ധ യാക്കോബ്. ആദിമസഭയുടെ വളർച്ചാകാലങ്ങളിൽ ആദ്യമായി അപ്പസ്തോലന്മാരിൽ ഒരാൾ രക്തസാക്ഷിത്വം വരിച്ചത് ആദിമസഭാ സമൂഹത്തെ ഏറെ തീഷ്ണതയിൽ വളർത്തുവാൻ സഹായിച്ചു. ഓരോ രക്തസാക്ഷിത്വവും എന്നതുപോലെ ആ കാലത്തെ സുവിശേഷ പ്രഘോഷണത്തെ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വം ബലപ്പെടുത്തി. ജീവിതകാലത്തും മരണസമയത്തും പ്രകടിപ്പിച്ച തീഷ്ണതയും ധീരതയും കൊണ്ട് ഈ അപ്പസ്തോലൻ നമുക്കും മാതൃകയാണ്. സഭയിലെ രക്തസാക്ഷികളുടെ മുൻനിരയിൽ തിളക്കത്തോടുകൂടി നിൽക്കുന്ന നക്ഷത്ര തിളക്കം സ്വന്തമാക്കിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ്. വലിയ യാക്കോബ്, ഈശോ സ്നേഹിച്ചിരുന്ന യാക്കോബ്. പ്രതിസന്ധികളിൽ അവിടുത്തേക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടി ജീവൻ നൽകാൻ ഒരു മടിയുമുണ്ടായില്ല. അതിനുള്ള വലിയ ഭാഗ്യം അപ്പസ്തോലന്മാരുടെ നിരയിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിയാകുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ്. ലൗകികമായ സന്തോഷങ്ങളെക്കാൾ സാക്ഷികളായി ജീവിക്കുവാൻ അത് രക്തം നൽകിക്കൊണ്ട് പോലും നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് വിശുദ്ധൻ്റെ ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധനെ പോലെ അവിടുത്തേക്ക് സ്നേഹത്താൽ നിറഞ്ഞ് സാക്ഷികളാകുവാൻ നമുക്കും തീഷ്ണത നിറഞ്ഞ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരായിത്തീരാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും